ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ഹെയർ സ്റ്റൈലുമായിട്ടാണ്. അതുമല്ല ഇത് വളരെ തിന്നായിട്ടുള്ള ഒട്ടുമില്ല, ഒരു ലേശം മുടിയേ ഉള്ളൂ, ഒട്ടും ഉള്ളില്ലാത്ത മുടിക്ക് പറ്റിയിട്ടുള്ള നല്ലൊരു ഹെയർ സ്റ്റൈല്. അപ്പോൾ ആദ്യം ഇതറിയാലോ, നല്ല ഹെയർ നല്ല ഡ്രയർ ഉപയോഗിച്ച് ഡ്രൈ ചെയ്യുകയാണ്. ഷാമ്പൂ ഒക്കെ ഇട്ട് വാഷ് ചെയ്ത ഹെയർ കണ്ട് ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് ബ്രൈഡ്സിന് വേണ്ടിയിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാവാം, അല്ലെങ്കിൽ നമുക്ക് വല്ല പാർട്ടിക്കോ എന്തെങ്കിലും ഒരു പരിപാടിക്കോ ഒക്കെ പോകുന്നതിന് ആവശ്യമായിട്ടുള്ള. അപ്പോൾ ചില ഭാഗങ്ങളൊക്കെ ഞാനൊന്ന് സ്പീഡാക്കിയിട്ടുണ്ട്, എങ്കിലും കണ്ട് മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ഇഷ്ടപ്പെട്ടിട്ട് നല്ലതായി തോന്നിയിട്ടുണ്ട്, നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് കണ്ടിട്ടൊന്ന് ഷെയറും ചെയ്ത് കൊടുക്കണം. അതുപോലെ എൻ്റെ ചാനൽ പുതിയതായി വന്നതാണ് എങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുകയും കൂടെ വേണം. ഇതുപോലെ തിന്നാണ്, വളരെ ഉള്ളു കുറവായിട്ടുള്ള മുടിയാണ്. അപ്പം നമ്മൾ കണ്ട് മനസ്സിലാക്കാൻ ഞാനിനി ഓരോരോ സ്റ്റെപ്പ് പറയുന്നതൊന്നുമില്ല, കണ്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ ഇതൊരു ഹെയർ സ്റ്റൈലിംഗ് കോമ്പറ്റീഷനാണ്. ഇവിടെ ഒരു ഹെയർ സ്റ്റൈലിംഗ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതിൽ കുറേയേറെ ഹെയർ സ്റ്റൈലുകൾ ഉണ്ടായിരുന്നു. അതിൽ നിന്നും ഫസ്റ്റ് മേടിച്ച ഒരു ഹെയർ സ്റ്റൈലുമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കോമ്പറ്റീഷൻസിന് വേണമെങ്കിലും ഇത് ഒന്ന് ചെയ്യാക്കണം. അതുകൊണ്ട് വീഡിയോ മുഴുവനായി കാണുക. ഫസ്റ്റ് ഇതുപോലെ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ ഒന്ന് ഡിവൈഡ് ചെയ്ത് മാറ്റും, പിന്നെ അതിനെ ക്ലിപ്പ് ചെയ്ത് മാറ്റുന്നുണ്ട്. അതിനുശേഷം ഇതിന് പിന്നെ വേണ്ടുന്നത് കുറച്ചേറെ ബ്ലാക്ക് കളറിലുള്ള ഹെയർ ബാൻഡുകൾ, അതായത് നമ്മുടെ ചെറിയ പ്ലാസ്റ്റിക് റബ്ബർ ഉണ്ടല്ലോ, അത് ഒരു 10-20 എണ്ണമെങ്കിലും കരുതിയേക്കണം. പിന്നെ രണ്ട് ഇതിനെ ബൺ ആക്കി കുത്താൻ വേണ്ടിയിട്ടുള്ള 3-4 ക്ലിപ്പും ഒക്കെയാണ് ഇതിന് അത്യാവശ്യമായിട്ടുള്ളത്. ഫ്രണ്ട് പോർഷൻ ഇതുപോലെ ഒന്ന് ഡിവൈഡ് ചെയ്ത് മാറ്റിയതിന് ശേഷം അത് പിന്നീട് നമുക്ക് ഫ്രണ്ട് നമ്മുടെ മുഖത്തിനനുസരിച്ച് ഏതെങ്കിലും ഒരു ഹെയർ സ്റ്റൈൽ ഫ്രണ്ട് ചെയ്യാം. ബാക്ക് പോർഷൻ ചെയ്യുന്നത് എന്താണെന്ന് കാണാം. നമ്മൾ ഇതുപോലെ നല്ല ഹമ്പ് കിട്ടാനായിട്ട് ഇതുപോലെ ഒരു ലെയർ മുടിയെടുത്തതിന് ശേഷം നന്നായിട്ട് ചീകിയിട്ട് ഉള്ളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ ചീകുമ്പോൾ നമ്മൾ ഉള്ളിൽ ഒന്നും വയ്ക്കാതെ തന്നെ നല്ല പഫി ആയിട്ടുള്ള നല്ല ഹമ്പ് ആക്കിയെടുക്കാൻ പറ്റും. നല്ല പഫായിട്ട് തന്നെ നിൽക്കും. ഇതുപോലെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ അങ്ങനെ ഫസ്റ്റ് ലെയർ ഒരു നല്ലൊരു ഹമ്പ് ആക്കിയെടുത്തതിന് ശേഷം പിന്നെ ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഓരോ ലെയറിനെ എടുത്തെടുത്ത് റബ്ബർ ബാൻഡുകളിട്ട് ഒന്നിനെ ഞാൻ വിശദമായി കാണിക്കുന്നുണ്ട്. ഒന്നിന് ഉള്ളിൽ നിന്നും ഉള്ളിലേക്ക് എങ്ങനെയാണ് കയറ്റി എടുത്ത് വീണ്ടും റബ്ബർ ബാൻഡ് ഇട്ട് ഫിക്സ് ചെയ്ത് എങ്ങനെയാണ് ഓരോരോ ലെയറാക്കി എടുക്കുന്നതും, പിന്നെ ആ ഷേപ്പ് ആക്കിയതിന് ശേഷം പിന്നെ ഹെയർ സ്പ്രേ ഈ നമ്മൾ എടുത്തിട്ടുള്ള ഷേപ്പെല്ലാം നല്ല സ്റ്റിഫായിട്ടിരിക്കുന്നതിനായിട്ട് സ്പ്രേയും ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഹമ്പ് ഇതുപോലെ ഉള്ളിൽ നിന്നും അങ്ങനെ ചീകി അങ്ങനെ ആക്കി ഹമ്പ് ഫിക്സ് ചെയ്തതിന് ശേഷം ഫ്രണ്ട് ഹെയർ സ്റ്റൈൽ ഈ സൈഡ് ഇതുപോലെ നമ്മളെ ചെറിയ പിന്നലില്ലേ അതുപോലെ പിന്നിയിട്ട് ഓരോരോ താഴേന്ന് ഇതിൻ്റെ കൂടെ എടുത്ത് പിന്നിയിട്ട് പിന്നെ ബാക്കിലേക്ക് കൊണ്ടുപോയി അതിൻ്റെ കൂട്ടത്തിൽ ഇനി ബാക്കിലെ മുടിയുടെ കൂട്ടത്തിൽ ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ മറു സൈഡിലും ആ ഫേസിനനുസരിച്ച് അവിടെ ഒന്ന് മുടി ഒന്ന് റെഡിയാക്കിയിട്ട് അതിൻ്റെ ബാക്കിയുള്ള ഭാഗം ബാക്കിലേക്ക് ആക്കിയെടുക്കും.
ഹമ്പിൻ്റെ താഴെയുള്ളതും അതുപോലെ സൈഡിൽ നിന്നും ഫ്രണ്ട് സൈഡിൽ നിന്നും എടുത്തതുമായിട്ടാണ് ആദ്യം ചേർത്ത് ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട്, കറുത്ത തന്നെ റബ്ബർ ബാൻഡ് ആയിരിക്കണം, അതിട്ട് ഫിക്സ് ചെയ്യുന്നത്. റബ്ബർ ബാൻഡ് നല്ല ടൈറ്റായിട്ട് തന്നെ അവിടെ ഫിക്സ് ചെയ്തിട്ട് ആ മുടി ആ ഒരു ലെയർ ഫ്രണ്ടിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം വീഡിയോയിൽ കാണുന്ന പോലെ താഴെ നിന്നും വളരെ തിന്നായിട്ട് മറ്റൊരു ലെയർ ഇതുപോലെ എടുത്ത് വീണ്ടും അതിനെയും നമ്മുടെ ഹെയർ ബാൻഡ് ഇട്ട്, കറുത്ത കളറിലെ ഹെയർ ബാൻഡ് ആയിരിക്കണം, ചെറിയ റബ്ബറാണ് ഉപയോഗിക്കുന്നത്, അതിട്ട് അതിനെയും പിൻ ചെയ്ത് റബ്ബർ ബാൻഡ് ഇട്ട് നല്ല ടൈറ്റ് ആക്കിയതിന് ശേഷം ലെയറായിട്ട് മാറ്റിയെടുക്കും. ഇതുപോലെ നമ്മുടെ മുടി അനുസരിച്ച് പല പല ലെയറുകളായിട്ട് റബ്ബർ ഇട്ട് മാറ്റിയെടുത്തതിന് ശേഷം അടുത്ത് ചെയ്യുന്ന സ്റ്റെപ്പ് നോക്കിക്കോണം. അടിയിലത്തെ ഒരു ലെയറിനെ എടുത്തിട്ട് മുകളിൽ ആദ്യം ചെയ്തതിൻ്റെ അകത്തുകൂടി വെളിയിലേക്ക് എടുത്ത് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് ഈ ഒരു ഭാഗം പിടിച്ചിട്ട് അവിടെ വീണ്ടും റബ്ബർ ഫിക്സ് ചെയ്യും. പിന്നെ ലാസ്റ്റ് നമ്മൾ വീഡിയോയുടെ അവസാനം കാണുന്നുണ്ട് ഈ റബ്ബറുകളെല്ലാം മറയ്ക്കാനായിട്ട് നമ്മുടെ സ്റ്റോണുകൾ അവിടെ വയ്ക്കാം, അല്ലെങ്കിൽ ബീഡ്സ് ഉണ്ടല്ലോ, ഇതൊരു ചെറിയ ബീഡ്സാണ് ഇതിൻ്റെ ലാസ്റ്റ് ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ കുറച്ചുകൂടി സൈസ് വലുതായിട്ടുള്ള ഓരോരോ ബീഡ്സ് അവിടെ ആ ഭാഗത്ത് കുത്തി വയ്ക്കുമ്പോൾ ആ റബ്ബറിൻ്റെ ഇട്ടതിൻ്റെ ആ ഒരു റബ്ബർ കാണത്തുമില്ല, അതുപോലെ തന്നെ നല്ലൊരു ഭംഗിയുമായിരിക്കും. ഇതേ രീതിയിൽ അകത്തത് ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വിടർത്തി കൊടുക്കണം. അതിനുശേഷം ഇതിനെ പിടിച്ച് ക്ലിപ്പ് ചെയ്ത് വയ്ക്കും, നല്ല ആ ഒരു ഷേപ്പിൽ തന്നെ ഇരിക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ ഒന്ന് സ്റ്റിഫായിട്ടിരിക്കാനായിട്ട് ഹെയർ സ്പ്രേ ഉപയോഗിക്കും. ഇത് ഈ ഒരു രീതിയിലാണ് എടുക്കുന്നത്. ഇനി ഇത് സെപ്പറേറ്റ് ആക്കി എടുക്കുക. താഴെ കിടക്കുന്ന ഒരു ബൺ ചെയ്തിട്ടേക്കുന്നതിനെ ഇതിൻ്റെ ഉള്ളിലൂടെ ഇതേ രീതിയിലെടുത്തിട്ട് അവിടെ വെച്ച് വീണ്ടും ഒരു റബ്ബർ ഇട്ട് ഫിക്സ് ചെയ്യും. ഇത് മുകളിലേക്കാക്കും. ബാക്കിയുള്ളത് ചേർത്ത് അവിടെ ഒന്ന് ഫിക്സ് ചെയ്യും. റബ്ബർ ബാൻഡാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ആ ഭാഗം പിടിച്ച് ഒന്ന് ലൂസാക്കി ഒന്ന് വിടർത്തി വെച്ച് കൊടുക്കും. അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് താഴെ വരയിൽ ചെയ്യുന്നത്. വീഡിയോ വ്യക്തമായി കണ്ട് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു.
ഇതിനെ ഫസ്റ്റ് ലെയറിനെ ഒന്ന് നല്ല വിടർന്ന് നിൽക്കാനായിട്ട് ഈ രീതിയിൽ ഒന്ന് ക്ലിപ്പ് ചെയ്ത് വയ്ക്കാം. ക്ലിപ്പ് ചെയ്തതിന് ശേഷം ഇവിടെയാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ അത് ആ വിടർത്തി വെച്ചത് അങ്ങനെ തന്നെ നിന്നോളും. ഈ രീതിയിലാണ് സ്പ്രേ ഉപയോഗിക്കേണ്ടത്. ബാക്കിയെല്ലാം നല്ല ലെയറായിട്ട് ഇരിപ്പുണ്ട്. ഇപ്പം വളരെ തിന്നായിട്ടിരുന്ന മുടിയപ്പോൾ എങ്ങനെയുണ്ട് അതുപോലെ ഫ്രണ്ട് പോർഷന് നമ്മൾ ഏത് സ്റ്റൈലാണോ ഫ്രണ്ടിൽ ചെയ്തിട്ടുള്ളത് അവിടെയും ഇതുപോലെ ഹെയർ സ്പ്രേ അടിച്ചു കൊടുക്കുന്നത് നന്നായിട്ടിരിക്കും. ഏത് രീതിയിലാണോ നമ്മൾ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ മുടി നല്ല ഫിക്സ് ആയിട്ടിരുന്നോളും. ഇനി ഇതേ രീതിയിലാണ് ബീഡ്സ് വെച്ച് കൊടുക്കുന്നത്. ആ റബ്ബറിൻ്റെ ആ ഒരു അടയാളം അവിടെ കറുത്ത റബ്ബറായിട്ട് അധികം എടുത്ത് കാണത്തില്ല എങ്കിൽ പോലും ആ ഒരു ഭാഗത്തായിട്ടാണ് ബീഡ്സ് ഇതുപോലെ കുത്തി കൊടുക്കുന്നത്. കുറച്ചുകൂടി സൈസ് വലുതായിട്ടുള്ള ബീഡ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ 2 എണ്ണം ഒരുമിച്ച് ചേർത്ത് കെട്ടിക്കൊടുക്കാം. ഇപ്പോൾ ആ തിന്നായിട്ടുള്ള മുടിയുടെ ഭംഗി നോക്കിക്കേ, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ഹെയർ സ്റ്റൈലാണ്. ബീഡ്സ് കുത്തുന്നത് ഞാനൊന്ന് സ്പീഡാക്കിയിട്ടുണ്ട് വീഡിയോ. ഇതേ രീതിയിൽ ബീഡ്സ് കുത്തിയെടുക്കാം. ബീഡ്സ് കുത്തുന്നതിനൊപ്പം തന്നെയും ഹെയർ സ്പ്രേ യൂസ് ചെയ്ത് നന്നായിട്ട് അതിനെ ഫിക്സ് ചെയ്ത് വയ്ക്കാം. ഇതെല്ലാം ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ നമ്മൾ ഹമ്പ് ആക്കിയതിന് നേരെ താഴെയായിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു ഹെയർ ക്ലിപ്പ് ഉണ്ടെങ്കിൽ ക്ലിപ്പ് ചെയ്യാം. എന്നിട്ട് സൈഡ് ഫ്ലവർ അഡ്ജസ്റ്റ് ചെയ്ത് സൈഡ് ഫ്ലവർ വേണമെങ്കിൽ സൈഡ് ഫ്ലവർ കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവറിംഗ് ആണ് കൊടുക്കുന്നത്. മൊത്തത്തിൽ കവർ ചെയ്ത് വെക്കുന്ന രീതിയിലുള്ള നിങ്ങൾ കൊടുക്കുമ്പോൾ ഒറിജിനൽ ഫ്ലവർ വെച്ച് വേണമെങ്കിലും കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഹെയർ സ്റ്റൈൽ തന്നെ നേരത്തെ ഹെയർ സ്റ്റൈലിംഗ് കോമ്പറ്റീഷന് വേണ്ടി ചെയ്തപ്പോൾ ഒരു സൈഡ് ഫ്ലവറാണ് കൊടുത്തിരുന്നത്. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അത് ഒറിജിനൽ ഫ്ലവറായിരുന്നു കൊടുത്തിരുന്നത്. പിന്നെ അതിന് ശേഷം ഏറ്റവും താഴെ ഭാഗത്തും നമ്മുടെ സാരിക്ക് മാച്ചാവുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹെയർ ബാൻഡ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. നല്ലൊരു ഹെയർ സ്റ്റൈല് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരു ഹെയർ സ്റ്റൈലിംഗ് കോമ്പറ്റീഷനോ അല്ലെങ്കിൽ കല്യാണത്തിനോ പാർട്ടിക്കോ ഒക്കെ നമുക്ക് ഇത് ഒരു ഒറിജിനൽ ഫ്ലവർ ആയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നന്നായിരുന്നേനെ. അപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂട്ടുകാർ കണ്ടിട്ടൊന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ ഇതുപോലെയുള്ള വീഡിയോകൾക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കാനും മറന്നു പോകരുത്. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ട് ചെയ്യും.